ചെയ്യാൻ പോവാണ്. ആദ്യം സെൻറ്ററിൽ കട്ട് ചെയ്യുക, പിന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുത്താണ്ടല്ലോ, വളരെ പെട്ടെന്ന് പരിപാടി കഴിച്ചു. അപ്പം കൊക്കവട റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി എടുക്കാൻ പോവാണ്. നല്ല നിറയൊക്കെ മാറി നല്ല സെറ്റായിട്ടുണ്ട്. കോരിയെടുക്കാം. അപ്പം മക്കൾ നമ്മളിന്ന് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാൽ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല സംഭവം നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. തരിക്കഞ്ഞി അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും പോയി കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ടാ. ആ വീഡിയോയിലേക്ക് പോകാം. മക്കളെ, ഇന്ന് നമ്മൾ മൂന്നാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെയാണ് അല്ലെ, ഇന്നത്തെ സ്പെഷ്യലും ഇല്ല. അപ്പൊ അതിന് കുറച്ച് വാങ്ങലൊക്കെയാണ്. അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ പോയി കാണണം അല്ലേ. എന്ന് പറയാൻ വീഡിയോ ഉണ്ടാവും നമ്മളെ നോമ്പിന്റെ ചെറിയ സ്പെഷ്യലൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതിക്ക് വലിയ തൊലിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇതാക്കണേ. നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അപ്പം നമ്മളിനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം സെൻറ്ററിൽ കട്ട് ചെയ്യുക, പിന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുത്താണ്ടല്ലോ, വളരെ പെട്ടെന്ന് പരിപാടി കഴിച്ചു. നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലേ. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ചട്ടിക്ക് വെച്ചത് എണ്ണയൊക്കെ ചട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നാക്കാണ് വാറട്ടത്. സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് തക്കാളി ചെറുതാക്കി അരിഞ്ഞിച്ചിട്ടുണ്ട്. നല്ലോണം വാട്ടണം. ഉള്ളി നല്ലോണം വാടിയിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി ഇപ്പം നമ്മളേക്ക് ചെറുതാക്കി ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ല കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്നും കൂടെ വാടി സെറ്റാവട്ടെ. അപ്പോൾ ഏകദേശം നല്ല വാടി വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളുണ്ടല്ലേ. കൂയാക്കുമ്പോഴാണ് കോഴിപ്പീടി ഇതൊക്കെ ഇളക്കിയാൽ മഞ്ഞപ്പൊടി ഇട്ട് എടുത്തേ. അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്. നല്ല ഉള്ളി നല്ല വാടിയുണ്ട്. ആ മണക്കണ്ട് പോകണം. അതായത് മസാലസ്കാരൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് വന്നാട്ടോ. ഇതിനായി കമ്പനിയിൽ നിന്ന് പോയിരുന്നു. നല്ലോണം വാട്ടല. ചിക്കൻ കഴിക്കണ നല്ല വൃത്തി കഴിക്കണ. കുറച്ച് മല്ലിപ്പൊടി ഇടണം, ഉപ്പിടണം. ഇങ്ങനെ ഇളക്കി കൊടുത്തേ. നല്ലോണം മിക്സ് ആക്കിയിട്ട് സൈസാക്കാം. അങ്ങനെ നമ്മളെ മസാല വാടി റെഡി ആയി വരുന്നുണ്ട്. നല്ലോണം ഒന്നുകൂടി ആയിട്ട് നമുക്ക് അച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നല്ല മസാല ഒക്കെ വാടി നമ്മൾ ചിക്കൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ചൊന്നോട് വേവട്ടെ. കൂടിയൊക്കെ. പിന്നെ ഒന്ന് സ്പെഷ്യൽ കൊക്കവട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ചെറുതാക്കി ഉള്ളി അരിഞ്ഞിക്കണേ. ചപ്പു ഇഞ്ചൊക്കെ ഇട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മസാല കൂട്ടിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ പടിയാണിത്. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി വെന്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത് കൊക്കവട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഉള്ളിയും കടലപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
മസാല അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചാണ് മസാല കുറച്ച് റെഡി ആക്കട്ടെ. നമ്മൾ മാവ് റെഡിയാക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് കൊക്കവട ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കൊക്കവടയാണ്. ഇപ്പം കിട്ടിയില്ലേ? അപ്പം കൊക്കവട റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി എടുക്കാൻ പോവാണ്. നല്ല നിറയൊക്കെ മാറി നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ കോരിയെടുക്കാം. ഇപ്പം മൂന്നാം നോമ്പിന് ഇന്നത്തെ സ്പെഷ്യൽ കൊക്കവട മുന്തിരി ജ്യൂസ് കേട്ടോ. അങ്ങനെ കൊക്കവട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി. ഇത് നല്ല എണ്ണ തിളച്ച് നിൽക്കണത് ഇട്ടെടുത്ത് അടിപൊളിയിട്ട് ഇനി വേട്ടെ. അപ്പം മക്കൾ നമ്മളിന്ന് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാൽ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല സംഭവം നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. തരിക്കഞ്ഞി റെഡി ഒക്കെ റെഡി ആയിക്കണം. വാങ്ങി കൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ മക്കൾ ഇന്ന് മൂന്നാമത്തെ നോമ്പ് നമ്മളിന്ന് ജ്യൂസ് മുന്തിരി ജ്യൂസാട്ടോ. അപ്പോൾ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ജാറിൽ നല്ല മിക്സാക്കി അടിച്ചിട്ടുണ്ട്. നമ്മൾ അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ജ്യൂസ് മുന്തിരി ജ്യൂസാട്ടോ. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് നമ്മൾ ജ്യൂസ് അടിക്കുകയാണ്. നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കട്ടെ. ഒന്നുകൂടി അടിക്കണം. എന്നാലും ഇതാവുള്ളൂ. ഒന്നുകൂടി അടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ അല്ലേ? വെള്ളം കുറച്ച് കൂട്ടിയാൽ മതി. നന്നായിട്ടായിരിക്കും. മധുരം പഞ്ചസാര ഇട്ടില്ലേ? നമ്മൾ മുന്തിരി രണ്ടാമത്തെ അടിച്ചു. ഇനി അരിച്ചെടുക്കട്ടെ. നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസ് മുന്തിരി. എല്ലാം കണ്ട് അരച്ചെടുക്കട്ടെ. നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ച് കഴിഞ്ഞു. അത് സ്റ്റീൽ പാത്രത്തിലാക്കി പാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് കൊണ്ടാക്കി കുറച്ച് തണുക്കട്ടെ. ഇനി ഒന്ന് സെറ്റ് ആവട്ടെ. അതിന് മറ്റുള്ള പണികൾ എടുക്കലേ. നമ്മളിതാ ബത്ത കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ മുറിച്ചിട്ട് അത് കട്ട് ചെയ്യാം അല്ലേ? കഷ്ണം വെട്ടി വെച്ചാൽ ഇങ്ങനെ വിട്ട. ഇപ്പം ബത്തൊക്കെ കട്ടിങ് ആട്ടത്. അപ്പോൾ നോമ്പറക്കാൻ പോകണം മക്കളെ. ഒക്കെ റെഡി ആക്കണേ. അപ്പം നമ്മൾ ആദ്യം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ. മക്കളെ വാങ്ങി കൊടുത്തു. നോമ്പറക്കാണ്. വെള്ളമൊക്കെ എടുത്തോട്ടാ. പലയിടത്തോളി കാരൊക്കെ അതൊക്കെ. അപ്പോൾ മക്കൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല പൊറാട്ട ഉണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ലീനൊക്കെ ഇവിടെ കഴിച്ചല്ലേ? പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് തണുത്ത വെള്ളം ഇട്ടാ. ചൂടായതുകൊണ്ട് വെള്ളം ചായ വേണ്ട, വെള്ളമാക്കിക്കണ്. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളെ സ്പെഷ്യലായിട്ടത്. ഇനിയോ പോര്. പിന്നെ ഇപ്പോൾ നാളെ സ്കൂളിൽ പരീക്ഷയാണല്ലേ? എനിക്ക് പരീക്ഷ തുടങ്ങുകയാണ്. ഇവർക്ക് എന്താണ്? നിങ്ങൾക്ക് തിങ്കളാഴ്ച. പിന്നെ നോമ്പ് നല്ല ചൂടാണ്. നമ്മളെ കമ്പനിയിലൊക്കെ നല്ല ചൂടാട്ടാ. രാവിലെ 6 മണിക്ക് പണി തുടങ്ങും. നമ്മളൊരു ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ തിരിച്ചെത്തും. അപ്പോഴേക്കും ഒരുവിധമൊക്കെ ആയിട്ടുണ്ടാവും. നല്ല ചൂടാണ്. ചൂട് സാധനം. വെൽഡിങ്ങും ചൂട്, സീറ്റും ചൂട്, പറയാക്കാൻ വയ്യ. ചൂട്. ഏതായാലും നോമ്പ് തുറന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഇൻഷാല്ലാ നാളെ 4ാമത്തെ നോമ്പാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിക്കുന്ന രാത്രി. അപ്പം ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും
ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.